അമൃതപൊടി വെച്ചിട്ട് നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അമൃതപൊടി വെച്ചിട്ട് സ്പൈസി ആയിട്ടുള്ള സ്നാക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുമോ എന്ന്. പക്ഷേ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അമൃതപൊടി വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സ്നാക്കുകളിൽ ഏറ്റവും ബെസ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ള സ്നാക്കിൽ പെട്ടതാണ് ഈ ഒരു സ്നാക്ക്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പുഴുങ്ങിയതൊന്നും അല്ല കേട്ടോ, വേവിച്ചിട്ടൊന്നുമില്ല, പച്ചക്ക തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, അതൊന്ന് അരഞ്ഞ് കിട്ടാനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാവും. ഇനി ഈ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതും അതുപോലെ തന്നെ 2 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള 2 പച്ചമുളക് ഇതുപോലെ കനം കുറഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാല തന്നെയായിരിക്കും ഇതിലേക്ക് ടേസ്റ്റ്. ഇനി ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുത്താലും മതിയാവും. പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുമ്പോൾ അത്യാവശ്യം 1 ടേബിൾ സ്പൂൺ നിറയെ തന്നെ ചേർത്ത് കൊടുക്കാം, ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് അമൃതം പൊടിയാണ്. അപ്പോൾ ആദ്യം 1 കപ്പ് അമൃതം പൊടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത് കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള മാവായിട്ടാണ് വേണ്ടത്, അപ്പോൾ അതിനനുസരിച്ച് പാകത്തിന് അമൃതം പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് ചേർത്തപ്പോൾ കുറച്ചൊരു ലൂസായിട്ടുണ്ടായിരുന്നു, അപ്പോൾ 1/2 കപ്പും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കട്ട്ലറ്റിനൊക്കെ ചെയ്തെടുക്കുന്ന രീതിയിൽ ആ ഒരു കട്ടിക്ക് വേണം ഈ ഒരു ബാറ്റർ ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചൊരു കട്ടിക്ക് തന്നെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. അഥവാ ലൂസായി പോകുന്നുണ്ടെങ്കിൽ കുറച്ച് അമൃതം പൊടി ചേർത്തിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതിയാവും. ഇനി നല്ല ടൈറ്റായിട്ട് പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ അമൃതം പൊടിയൊക്കെ ചേർത്തിട്ട് കറക്റ്റ് പാകമായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ചെറിയ ബോൾസ് ആക്കിയിട്ടൊന്ന് നമ്മൾ കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ അതവിടെ ഷേപ്പാക്കി എടുക്കുന്ന സമയം കൊണ്ട് ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് ഡീപ്പ് ഫ്രൈ അല്ല കേട്ടോ ചെയ്തെടുക്കുന്നത്, ഇതുപോലെ ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് പൊട്ടിപ്പോവാനുള്ള സാധ്യത ഉണ്ട്, എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പൊട്ടിപ്പോവും. അപ്പം ഇതുപോലെ നമ്മൾ മീനൊക്കെ പൊരിച്ചെടുക്കുന്ന രീതിയിൽ പിന്നെ പൊരിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഇതുപോലെ ചെറിയ ബോൾസാക്കി കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് ഷേപ്പാക്കി എടുക്കാം. ഞാനിപ്പോൾ ഏതായാലും ഒരു കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഓരോന്നും ഷേപ്പാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നല്ല ചൂടായിട്ടുള്ള ഈ ഒരു എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ റെഡിയാക്കി എടുക്കുന്ന ഈ ഒരു ബാറ്റർ ലൂസായി പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഷേപ്പാക്കി എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ ഷേപ്പാക്കി എടുക്കാൻ പറ്റുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ചൊരു കട്ടിയിൽ തന്നെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം കളറൊക്കെ മാറി നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയാലും മറിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് 2 ഭാഗവും നന്നായിട്ട് കളറ് മാറി നല്ല മൊരിഞ്ഞ് കിട്ടിയാൽ പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ അമൃതം പൊടി വെച്ചിട്ട് വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്, തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. അമൃതപ്പൊടി കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കുകയാണെങ്കിൽ പിന്നെ അമൃതം പൊടി വെച്ചിട്ട് ഇതേ ടൈപ്പ് സ്നാക്ക് തന്നെ ഉണ്ടാക്കുകയുള്ളൂ. അത്രയും ടേസ്റ്റ് തന്നെയാണ്. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ മധുരമൊക്കെ ഉള്ളതുകൊണ്ട് ഒരു പേടി ഉണ്ടാവും, ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ ആ ഒരു മധുരവും എരിവും എല്ലാം കൂടെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു സ്നാക്കിന്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.